ഹൂതികളെ ലക്ഷ്യമിട്ടെന്ന പേരിൽ US യമനിൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണസംഖ്യ 53ആയി വർദ്ധിക്കുകയുണ്ടായി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് അമേരിക്കയുടെ ആക്രമണങ്ങളിൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത്. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയായിരുന്നു യമനിൽ ഇത്തരത്തിൽ കനത്ത ആക്രമണം നടന്നത്. മാത്രമല്ല, ചെങ്കടലിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന നിലപാടിൽ നിന്ന് ഹൂതികൾ പിന്മാറാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് US പ്രധാനമായിട്ടും ആവർത്തിക്കുന്നത്. യമനോട് ചേർന്നുള്ള ബാബൽ മദീബ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളെയാണ് ഹൂതികൾ കൂടുതലും ആക്രമിച്ചിരുന്നത്. ഇസ്രയേൽ ഗാസയിൽ ആക്രമിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ 100ലേറെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയതും. ഇതിനെ തുടർന്ന് ഈ മേഖല വഴി കപ്പലുകൾ പോകാത്ത അവസ്ഥയായി മാറി. US പടക്കപ്പലുകൾക്ക് നേരെ പലപ്പോഴായി ഡ്രോൺ ആക്രമണങ്ങളും കാര്യമായി തന്നെ നടന്നിരുന്നു. ഗാസയിലേക്ക് ആവശ്യമായ വസ്തുക്കൾ തടഞ്ഞാൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും ഹൂതികൾ നൽകുകയുണ്ടായി. ഹൂതികളുടെ ആക്രമണശേഷി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആഗോള ഷിപ്പിംഗ് സർവീസിനെ ആക്രമിക്കുന്നത് ഒഴിവാക്കും വരെ ആക്രമണം നടത്തുമെന്ന് US നാവികസേനയും ശക്തമായി തന്നെ പറഞ്ഞു. യമനിൽ US കരയാക്രമണം നടത്തിയിട്ടില്ലെന്ന് റൂബിയോ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയതായി അമേരിക്ക ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മിഖായൽ വാട്സ് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇറാനാണ് ഹൂതികൾക്ക് ഫണ്ട് നൽകുന്നതെന്ന് ഇറാൻ ഇതൊരു മുന്നറിയിപ്പാണെന്നും അദ്ദേഹം ശക്തമായി തന്നെ വെളിപ്പെടുത്തി. 101 പേർക്ക് ആക്രമണത്തിൽ കൂടുതൽ പരിക്കേറ്റിരുന്നു. ഹൂതികൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കുമെന്നും യമനിൽ നിരപരാധികളെ കൊല്ലുന്നത് US അവസാനിപ്പിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുകയുണ്ടായി. 101 പേർക്കായിരുന്നു പ്രധാനമായിട്ടും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നത്. ഹൂതികൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കുമെന്നും യമനിലെ നിരപരാധികളെ കൊല്ലുന്നത് US അവസാനിപ്പിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെളിപ്പെടുത്തുകയും ചെയ്തു. US വ്യോമാക്രമണത്തെ നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹൂതി പൊളിറ്റിക്കൽ ബ്യൂറോ നേതാക്കൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. യമന് നേരെ US നടത്തുന്ന കുറ്റകൃത്യത്തിന് കണക്ക് ചോദിക്കാതെ പോകില്ലെന്ന് ക്രൂരമായ കൂട്ടക്കൊലയാണ് US നടത്തുന്നതെന്നുമാണ് ഹൂതികൾ പറയുന്നത്. ട്രംപ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയുടെ വാണിജ്യ നാവിക കപ്പലുകളെ ലോകത്തെവിടെയും തടയാൻ ഒരു ഭീകര പ്രസ്ഥാനങ്ങളെയും അനുവദിക്കില്ലെന്നും കടൽ യാത്ര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുമെന്നും തരത്തിലുള്ളതാണ്. ഗാസയിലെ ഇസ്രയേൽ ഉപരോധത്തിനെതിരെ ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നും യമനിലെ ഹൂതികൾക്കെതിരായ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകളാണ് ഇപ്പോൾ അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സദായിലെ ആക്രമണത്തിൽ മരിച്ചവരിൽ 4 കുട്ടികളും ഒരു സ്ത്രീയുമാണ് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളത്. ട്രംപിന്റെ 2ാം ഭരണകാലയളവിൽ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നടപടിയാണ് യമനിൽ നടന്ന ആക്രമണങ്ങൾ എന്നതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ആക്രമണങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ നരകമഴ പെയ്യ്ക്കുമെന്ന ഭീഷണിയായിരുന്നു ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. യമനിലെ ഹൂതി വിമത സംഘടനയ്ക്കെതിരെ നിർണായകവും ശക്തമായ ഒരു സൈനിക നടപടി ആരംഭിക്കാൻ ഞാൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിട്ടെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ അമേരിക്ക അമിതമായ മാരകമായ ശക്തി പ്രയോഗിക്കുമെന്നും ട്രംപ് ശക്തമായി തന്നെ പറഞ്ഞു. 2023 മുതൽ അമേരിക്കയുടെ വാണിജ്യ കപ്പലുകൾ 145 പ്രാവശ്യമാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അവസാനത്തെ ആക്രമണം ഡിസംബറിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുൻപാണ് നടന്നിരുന്നത്. ചെങ്കടലിലുള്ള ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളായിരുന്നു ആക്രമണങ്ങളുടെ ഒരു ഭാഗം നടത്തിയതെന്ന് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുമുണ്ട്. യമനിലുടനീളം വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷന്റെ തുടക്കമായിട്ടാണ് നിലവിലെ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റിലെ സൈനികരുടെ മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് കൂടുതലും വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നമ്മുടെ സൈനികർക്കും നേരെയുള്ള ഹൂതി ആക്രമണങ്ങൾ അനുവദിക്കില്ല. അവരുടെ സഹായത്തിനായി ഇറാനും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് എക്സിൽ കുറിക്കുകയുണ്ടായി. അതേസമയം തന്നെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം യഥാർത്ഥത്തിൽ തെറ്റാണ്. അത് തെറ്റായ ദിശയിലാണെന്നും വിമത ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്താൻ ഇത് സഹായിക്കില്ലെന്നും മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞനായ നബീൽ ഗൗറി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറയുകയുണ്ടായി. യുദ്ധം ഒഴിവാക്കാനും സമാധാനപ്രിയനാകാനും ആഗ്രഹിച്ചു വന്ന ട്രംപ് തെറ്റായ വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നതെന്നും യുദ്ധത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കര, വായു, കടൽ എന്നിവയാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് ജീവിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസിനെ 17 മാസത്തെ ഇസ്രയേലി ബോംബാക്രമണത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിയാതെ വന്നാൽ അവരെ ഉന്മൂലനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.